രക്ഷ ഓഡിയോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് TPA 3116D2 IC ഉപയോഗിച്ചിട്ടുള്ളൊരു സ്റ്റീരിയോ ആംപ്ലിഫയർ ബോർഡാണ്. ഈ ബോർഡ് ഒരുപാട് ചാനലുകളിൽ റിവ്യൂ വന്നിട്ടുള്ളൊരു ബോർഡാണ്. ടെക്സാസ് ഇൻസ്ട്രുമെൻ്റൽ എന്ന് പറയുന്ന ഒരു US കമ്പനിയുടെ IC ആണ് ഈ TPA 3116. ഇത് വളരെ നല്ല ക്വാളിറ്റി ഉള്ളൊരു ബോർഡാണ്. 12 വോൾട്ട് മുതൽ 24 വോൾട്ട് വരെ നമുക്ക് ഇതിൽ ഉപയോഗിക്കാം. ഇതാണ് ഇതിൻ്റെ IC. TPA 3116 ഒറിജിനൽ IC ആണിത്. നല്ല ക്വാളിറ്റി ഉള്ളൊരു ബോർഡാണ്. ഇത് നമുക്ക് ഫ്ലിപ്കാർട്ട്, ആമസോണിൽ എല്ലാം അവൈലബിൾ ആണ്. റീഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട് ഉപയോഗിക്കണം. അത് വളരെ കുറച്ച് മാത്രം ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട് ഉപയോഗിച്ചാൽ മതിയാവും. ഒരുപാടായി കഴിഞ്ഞാൽ ഫുൾ സ്പ്രെഡായി IC പിന്നെ ഇളക്കിയെടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. റീഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് ഞാനിതിൽ ഉപയോഗിക്കുന്ന പവർ സപ്ലൈ. 24 വോൾട്ട് 7 ആംപിയറോളം ലഭിക്കുന്നൊരു പവർ സപ്ലൈ ആണ്. ഇത് നമുക്ക് അവൈലബിൾ ആണ്. പല ഓൺലൈൻ മാർക്കറ്റുകളിലും അവൈലബിൾ ആണ് ഈ സാധനം. നല്ല ക്വാളിറ്റിയുള്ള ഒരെണ്ണമാണ്. ഇതിൻ്റെ അകത്ത് 24 വോൾട്ടിൻ്റെ ഒരു ഔട്ട്പുട്ടും 12 വോൾട്ടിൻ്റെ ഒരു ഔട്ട്പുട്ടും ഇതിൽ വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ സെറ്റപ്പ്. ഇത് ഒരു മിക്സറാണ്. D235 എന്ന് പറയുന്നൊരു മിക്സറാണ്. ഇതിൻ്റെ റിവ്യൂ നമ്മൾ പ്രത്യേകം ചെയ്യുന്നതായിരിക്കും. പവർ സപ്ലൈ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള പവർ സപ്ലൈ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ എർത്ത് ലൈൻ കൊടുക്കാൻ മറക്കരുത്. ചിലപ്പോൾ ഷോക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എർത്ത് ലൈൻ കൊടുക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. ഇതാണ് നമ്മുടെ സെറ്റപ്പ്. JXL എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ കാർ ഡോർ സ്പീക്കേഴ്സാണ് ഇത്. 60 വാട്ട്സാണ് ഈ സ്പീക്കേഴ്സ്. ഈ സ്പീക്കർ ഉപയോഗിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതിന് ലോ, ഹൈ, മിഡ് എല്ലാം ഒരുപോലെ കിട്ടുമെന്നുള്ളതുകൊണ്ടാണ്. നമുക്ക് ഇതിൻ്റെ ഒരു ടെസ്റ്റിംഗ് വീഡിയോ നോക്കാം.